പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. +2 തുല്യതയുടെ മലയാളം ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. ജൂലൈ 2025 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ഉത്തരം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന്. 18 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് 3-4 വാക്യത്തിൽ ഉത്തരമെഴുതണം. 4 സ്കോർ വീതമാണ്. 18ാമത്തെ ചോദ്യം തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. തകഴിയുടെ വെള്ളപ്പൊക്കത്തിലെ നായയുടെ യജമാന സ്നേഹം പ്രകടമാകുന്ന ഏതാനും സന്ദർഭങ്ങൾ എഴുതുക. 3-4 വാക്യത്തിൽ മാത്രമാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിലാണ് ഉത്തരം പറയുന്നത് കേട്ടോ. രക്ഷപ്പെടുത്താൻ വള്ളമെത്തിയപ്പോൾ വള്ളത്തിൽ കയറാതെ അനക്കം കേട്ട ദിക്കിലേക്കാണ് നായ പോകുന്നത്. പുരക്കകത്തേക്ക് ഒരു നീർക്കോലി കയറിയപ്പോൾ നായ ക്രൂനരാങ്ങുന്നുണ്ട്. വാഴക്കുല മോഷ്ടിക്കാൻ വന്ന കള്ളനെ കടിച്ച് പരിക്കേൽപ്പിക്കുന്നു. ഇതെല്ലാം നായയുടെ യജമാന സ്നേഹം പ്രകടമാകുന്ന സന്ദർഭങ്ങളാണ്. 19ാമത്തെ ചോദ്യം ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠഭാഗം നൽകുന്ന തിരിച്ചറിവുകൾ കണ്ടെത്തി എഴുതുക എന്നതാണ്. പുരോഗമനമായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ചില സന്ദർഭങ്ങൾ ഈ പാഠഭാഗത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. രാമേശ്വരം എലിമെൻ്ററി സ്കൂളിലെ പുതിയ അധ്യാപകൻ പൂനൂലിട്ട രാമശാസ്ത്രിക്കൊപ്പം ഇരിക്കുന്ന കലാമിനെ പിൻബെഞ്ചിലിരുത്തുന്നു. ലക്ഷ്മണശാസ്ത്രികൾ അധ്യാപകനെ ഉപദേശിച്ച് നന്നാക്കുന്നു. ശിവസുബ്രഹ്മണ്യ അയ്യർ എന്ന അധ്യാപകൻ കലാമിനെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുപോയി ആഹാരം വിളമ്പിക്കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജാതി ചിന്ത കളഞ്ഞ് കലാമിനെ ആഹാരം വിളമ്പുന്നു. വ്യവസ്ഥിതിയെ മാറ്റി തീർക്കാൻ നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെന്ന് കുട്ടിയായ അബ്ദുൽ കലാമിന് ഗുരുവായ ശിവസുബ്രഹ്മണ്യ അയ്യർ ഉപദേശിക്കുന്നുണ്ട്. നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്താൻ പാടില്ല. അതുപോലെ തന്നെ വ്യക്തികൾ ശ്രമിച്ചാൽ നിഷ്കളങ്കരായ ഗുണപരമായ മാറ്റങ്ങളുണ്ട്. സാമൂഹിക അസമത്വത്തിന്റെയും അസഹിഷ്ണുതയുടെയും ഈ പാഠഭാഗം അവതരിപ്പിക്കുന്നുണ്ട് എന്നൊരു 20ാമത്തെ ചോദ്യം ഈ വളയിട്ട കൈകൾ എന്ന പാഠഭാഗം പുരോഗമന പരിചയപ്പാടിന്റെ കലകളെക്കുറിച്ചുള്ള നിരവധി സന്ദർഭങ്ങൾ ഈ കഥയിലുണ്ട്. വളയിട്ട കൈകൾ എന്ന പാഠഭാഗത്ത് ഒപ്പന, തിരുവാതിര, മാർഗംകളി എന്നീ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കലകളെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അധ്വാന നിമിഷങ്ങൾ ആനന്ദപൂർണ്ണമാക്കുന്നതിനും ആശയങ്ങൾ വിനിമയം ചെയ്യുന്നതിനും വേണ്ടിയാണ് പ്രാചീന മനുഷ്യർ കലക്ക് ജന്മം നൽകിയത്. അധ്വാനത്തിൻ്റെ നിമിഷങ്ങൾ ആനന്ദപൂർണ്ണമാക്കുന്നതിനും ആശയങ്ങൾ വിനിമയം ചെയ്യുന്നതിനും വേണ്ടിയാണ് പ്രാചീന മനുഷ്യർ കലകൾക്ക് ജന്മം നൽകിയത്. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളെയും സ്പർശിക്കുന്നതും നമുക്ക് അനുഭവിച്ചറിഞ്ഞ് ആസ്വദിക്കാനും കഴിയുന്നവയുമാണ് കലകൾ. കലാവാസന ജന്മസിദ്ധമാണ്. അത് വ്യത്യസ്ത രൂപങ്ങളിലാണ് പ്രകടമാകുന്നത്. മതപരവും ശാസ്ത്രീയവുമായ മൗലിക കലകളെ ക്ലാസിക് കലകളെന്നും സാധാരണക്കാർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട കലകളെ നാടൻ കലകളെന്നും വിളിക്കുന്നു. കലകളെ 2 തരത്തിൽ പറയാവുന്നതാണ്: ശാസ്ത്രീയമായ കലകളും നാടൻ കലകളും. നമ്മുടെ സാംസ്കാരിക പൈതൃകം നാടൻ കലകളിൽ കാണാം. കേരളത്തിൽ ഒട്ടനവധി നാടൻ കലകളുണ്ട്. നാടൻ കലകളുടെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. നാടൻ കലകൾ സാധാരണക്കാരൻ്റെ കലയാണ്. അതിൽ വാമൊഴി സാഹിത്യമാണ് ഉള്ളത്. നാടൻ ഈണങ്ങളുണ്ട്. ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രമേയങ്ങളാണ് നാടൻ കലകൾക്കുള്ളത്. 21ാമത്തെ ചോദ്യം കാലത്തെയും തോൽപ്പിക്കാനുള്ള കെൽപ്പ് ഒന്നിനു മാത്രമേയുള്ളൂ, അതിരുകളില്ലാത്ത സ്നേഹത്തിന്. പാഠഭാഗത്തെ മുൻനിർത്തി വിശദമാക്കുക. വൃദ്ധ ദമ്പതികളുടെ പരസ്പര സ്നേഹം അവതരിപ്പിക്കുകയാണ് ഈ പാഠഭാഗത്തിൽ. അതിരുകളില്ലാത്ത സ്നേഹത്തിൽ ഡോക്ടർ ഗംഗാധരൻ്റെ അടുത്ത് ചികിത്സക്കായി എത്തിയ വൃദ്ധ ദമ്പതികളാണ് ഖാദർ സാഹിബും ആമിനുമ്മയും. രക്ഷപ്പെടാൻ സാധ്യത കുറഞ്ഞ ക്യാൻസർ രോഗിയായിരുന്നു ആമിനുമ്മ. ഭർത്താവ് ഖാദർ സാഹിബാകട്ടെ കനത്ത ഹൃദ്രോഗിയും. ഒരാൾക്ക് മറ്റൊരാളില്ലാതെ ജീവിക്കാനാവില്ല എന്ന തിരിച്ചറിവാണ് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പ്രായമോ രോഗമോ അവരുടെ സ്നേഹത്തിന് തടസ്സമാകുന്നില്ല. പങ്കാളിയുടെ രോഗം വിവാഹമോചനത്തിന് കാരണമാകുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറക്ക് യഥാർത്ഥ ദാമ്പത്യം എന്താണ് എന്ന് ഈ പാഠഭാഗം കാട്ടിത്തരുന്നു.
ഖാദർസാഹിബും ആമിനുമ്മയും രോഗത്തിൻ്റെ കരുത്തും പ്രായത്തിൻ്റെ തളർച്ചയും ഒരുമിച്ചെത്തിയപ്പോൾ അതിനെ തോൽപ്പിക്കാനുള്ള ഉൾക്കരുത്ത് അവർ നേടിയെടുത്തത് കാലത്തെയും തോൽപ്പിക്കാൻ കരുത്തുള്ള സ്നേഹത്തിലൂടെയാണ്. 22ാമത്തെ ചോദ്യം. ഒരു ചെറുമരത്തിൻ്റെ വീഴ്ചയിൽ വേദനിക്കുന്ന മനുഷ്യൻ്റെ കഥ പറയുകയാണ് ടി പത്മനാഭൻ ജീവൻ്റെ വഴി എന്ന കഥയിൽ. പ്രതികരണം തയ്യാറാക്കുക. തൻ്റെ വേദനകളെ മറന്നും മുരിങ്ങയുടെ ദുസ്ഥിതിയിൽ വേദനിക്കുന്ന ഒരു കഥാകാരനെയാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തൻ്റെ വേദനകൾ മരത്തിൻ്റെ ക്ഷതത്തെ അപേക്ഷിച്ച് നിസ്സാരമാണെന്ന് അയാൾ കരുതുന്നു. തറവാട് വിഹിതമായി കിട്ടിയ ഊഷരഭൂമിയിൽ ആകെ നട്ട മരമായിരുന്നു മുരിങ്ങ. ഒരു പ്രഭാതത്തിൽ യാതൊരു കാരണവുമില്ലാതെ അത് ഒടിഞ്ഞു വീഴുന്നു. മുറിവിൽ നീരൊലിപ്പിച്ച് നിൽക്കുന്ന മുരിങ്ങ അയാളെ സങ്കടത്തിലാക്കുന്നു. അതിനെ വളർത്തുന്നതിൽ ഭാര്യയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മരം 2 കഷ്ണമായില്ല എന്നത് മാത്രമായിരുന്നു അയാൾക്കൊരു ആശ്വാസം. കഥയുടെ അവസാനത്തിൽ മുരിങ്ങയുടെ പൊട്ടിയ ഭാഗത്ത് നിറയെ പച്ചത്തഴപ്പുകൾ അദ്ദേഹം കാണുന്നുണ്ട്. ജീവൻ്റെ പ്രവാഹമുള്ള കുഞ്ഞിലകൾ. നമ്മുടെ മുരിങ്ങ ഉണങ്ങിയിട്ടില്ലെന്ന് പലതവണ വിളിച്ചു പറയണമെന്ന് അയാൾക്ക് തോന്നി. എങ്കിലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. 23ാമത്തെ ചോദ്യം. ജൈവ കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിവരിക്കുക. ജൈവ കൃഷി പ്രകൃതിക്ക് അനുകൂലമായ ഒരു കൃഷി രീതിയാണ്. സ്വാഭാവികമായ വളങ്ങൾ മാത്രമാണ് ജൈവ കൃഷിയിൽ ഉപയോഗിക്കുന്നത്. രാസവളങ്ങളോ രാസകീടനാശിനികളോ കൃത്രിമ വളർച്ചാ സഹായികളോ ജൈവകൃഷിയിൽ ഉപയോഗിക്കാറില്ല. ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളാണ് ഇതിനായി സ്വീകരിക്കുന്നത്. മണ്ണിൻ്റെ സംരക്ഷണത്തിന് ജൈവകൃഷിയിൽ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ വിഷരഹിതമായ ഭക്ഷ്യോൽപാദനമാണ് ജൈവകൃഷിയിലൂടെ നടക്കുന്നത്. മണ്ണിൻ്റെ പോഷക സമൃദ്ധിയെ ജൈവകൃഷി പരിഗണിക്കുന്നുണ്ട്. ജൈവകൃഷി പ്രധാനമായും ഊന്നൽ നൽകുന്നത് ജൈവവളങ്ങൾക്കാണ്. ജൈവകൃഷിയിലെ പ്രധാനപ്പെട്ട 2 തത്വങ്ങളാണ് രാസവളങ്ങൾക്ക് പകരം ജൈവവളം, ജൈവവസ്തുക്കൾ എന്നിവ ഉപയോഗിക്കൽ, രാസകീട നിയന്ത്രണത്തിനു പകരം ജൈവ കീട നിയന്ത്രണം. 24 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. സ്കോർ 6 വീതമാണ്. അപ്പോൾ അരപ്പുറത്തിൽ ഉത്തരം എഴുതേണ്ടതാണ്. വലിച്ചുവാരി ഉത്തരം എഴുതേണ്ട ആവശ്യമില്ല. 24ാമത്തെ ചോദ്യം ഗാന്ധാരി വിലാപത്തിലെ വരികളാണ്. അല്ലൽ പൂണ്ടിങ്ങനെ ഞങ്ങൾ കേഴുന്നതില്ലയോ ഖേദം ചെറുതു നിൻ മാനസേ. കൃഷ്ണനോടുള്ള ഗാന്ധാരിയുടെ ഈ ചോദ്യത്തോട് നിങ്ങളുടെ പ്രതികരണം കുറിപ്പായി തയ്യാറാക്കുക. മഹാഭാരതം കിളിപ്പാട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമാണ് ഗാന്ധാരി വിലാപം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തിയ ഗാന്ധാരി യുദ്ധത്തിൽ മരിച്ചവരെയും പരിക്കേറ്റ് കിടക്കുന്നവരെയും കാണുന്നു. ഹൃദയഭേദകമായ ഈ കാഴ്ച ഗാന്ധാരിയിലുണ്ടാക്കിയ നടുക്കവും വേദനയുമാണ് കണ്ണീരായും ഗദ്ഗദമായും പുറത്തേക്ക് വരുന്നത്. യുദ്ധത്തിന് കാരണക്കാരനായ ശ്രീകൃഷ്ണനെ വിളിച്ചാണ് ഗാന്ധാരി വിലപിക്കുന്നത്. യുദ്ധത്തിൻ്റെ കാരണക്കാരനായിട്ടുള്ള ശ്രീകൃഷ്ണനെ വിളിച്ച് ഗാന്ധാരി കരയുകയാണ്. കൃഷ്ണൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. വീണ് കിടക്കുന്ന ഭഗദത്തൻ, അഭിമന്യു മുതലായവരുടെ പൊന്നോമന മുഖങ്ങൾ കാണുന്ന ഗാന്ധാരിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കൊല്ലിക്കയത്രേ നിനക്ക് രസമടോ എന്ന് കൃഷ്ണനെ അവൾ കുറ്റപ്പെടുത്തുന്നു. യുദ്ധത്തിനെതിരായ മനോഭാവം വളർത്തുന്നതിലും യുദ്ധത്തിൻ്റെ ഭീകരത ഏറ്റവും ശക്തമായി ആവിഷ്കരിക്കുന്നതിനും സഹായകരമാണ് ഗാന്ധാരി വിലാപം എന്ന പാഠഭാഗം. യുദ്ധം ഒരിക്കലും സമാധാനത്തിന് വേണ്ടിയല്ല. അത് നന്മ തിന്മകളെ വേർതിരിക്കുന്നുമില്ല. യുദ്ധം സർവനാശകമാണെന്നും മാനവികതയ്ക്ക് എതിരാണെന്നും എഴുത്തച്ഛൻ ഗാന്ധാരി വിലാപത്തിലൂടെ ഉദ്ഘോഷിക്കുന്നു. 25ാമത്തെ ചോദ്യം. മരുന്നല്ല മനസ്സാണ് രോഗത്തെ അടുക്കുന്നത്. ഡോക്ടർ ഉണ്ണിയുടെ അഭിപ്രായത്തെ മുൻനിർത്തി സ്വാഭിപ്രായം രേഖപ്പെടുത്തുക. MT വാസുദേവൻ നായരുടെ തിരക്കഥയാണ് സുഹൃതം. ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് രവി. ഒരു യുവ പത്രപ്രവർത്തകനും കവിയുമാണ് അദ്ദേഹം. ക്യാൻസർ രോഗബാധിതനായി ഇപ്പോൾ
ആശുപത്രിയിൽ കഴിയുകയാണ്. ചികിത്സ നല്ലവിധം നടത്തിയിട്ടും അദ്ദേഹത്തിന് രോഗത്തിന് ഒരു ശമനവും ഉണ്ടാകുന്നില്ല. തുടർന്ന് അദ്ദേഹം ആശുപത്രി വിട്ട് തൻ്റെ നാട്ടിലേക്ക് എത്തുന്നു. നാട്ടിൽ വെച്ച് അദ്ദേഹത്തിനെ കാണാനായി സുഹൃത്തും ഡോക്ടറുമായ ഡോക്ടർ ഉണ്ണി എത്തുന്നു. ഡോക്ടർ ഉണ്ണിയുമായുള്ള സംഭാഷണത്തിലാണ് മരുന്നല്ല മനസ്സാണ് രോഗത്തെ അടക്കുന്നത് എന്ന് പറയുന്നത്. രവിയുമായുള്ള സൗഹൃദ സംഭാഷണത്തിന് ശേഷം രവിയെ തൻ്റെ ബാംഗ്ലൂരിലെ ആശുപത്രിയിലേക്ക് ഡോക്ടർ ക്ഷണിക്കുകയാണ്. രവി കൂടെ ചെല്ലാൻ ആദ്യം താല്പര്യം കാണിക്കുന്നില്ല. ലോകത്തിലെ പ്രഗത്ഭരായ ചില ഡോക്ടർമാരെ ഉദാഹരിച്ച് അവർ പരീക്ഷിച്ച് അംഗീകരിച്ച ഒരു ചികിത്സാ രീതിയാണ് തൻ്റേതെന്ന് ഡോക്ടർ വിശദമാക്കുന്നു. പൊട്ടിയ ഒരെല്ല് തനിയെ കൂടിച്ചേരുന്നു. ഒന്നും ചെയ്യാതെ ഒരു മുറിവുണങ്ങുന്നു. ഇതിൻ്റെയൊന്നും രഹസ്യം ശാസ്ത്രത്തിന് അറിയില്ല. ശാസ്ത്രത്തിന് വിവരിക്കാനാവാത്ത ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ശരീരത്തിന് അതിൻ്റേതായ ഒരു മനസ്സും ബുദ്ധിയുമുണ്ട്. അതാണ് പ്രവർത്തിക്കുന്നത്. അനാട്ടമിക്കും ഫിസിയോളജിക്കും പിടികിട്ടാത്തതാണ് ശരീരത്തിൻ്റെ ഈ ബുദ്ധി. രോഗി ആദ്യം ശരീരത്തോട് കൽപ്പിക്കണം, കീഴടങ്ങരുതെന്ന്. ഇങ്ങനെ നിരവധി വാദമുഖങ്ങളിലൂടെ ഡോക്ടർ തൻ്റെ ചികിത്സയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി രവിയുടെ അർദ്ധസമ്മതം നേടുന്നു. രോഗിയുടെ ഇച്ഛാശക്തി കൊണ്ട് രോഗം ഭേദമാകുമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയിൽ വളരെ ഒച്ചപ്പാടുണ്ടായി. എന്നാൽ പിന്നീട് പല രോഗങ്ങളും ഭേദമായപ്പോൾ അവർ അത് അംഗീകരിക്കുകയും ചെയ്തു. യോഗ, ധ്യാനം തുടങ്ങിയവയോടൊപ്പം കീമോതെറാപ്പിയും രവിക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്നു. വളരെ വൈകിയാണ് രവിയെ ഡോക്ടർക്ക് ലഭിക്കുന്നത്. അതിനാൽ മനസ്സിനു മാത്രമല്ല ശരീരത്തിനും പ്രത്യേക ശ്രദ്ധ വേണമായിരുന്നു. രോഗം ഭേദമാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മനസ്സിൻ്റെ ഇച്ഛാശക്തിയാണ്. ഗർഭാശയത്തിൽ ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീയുടെ കഥ ഡോക്ടർ രവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സ്ത്രീ ക്യാൻസറിനെ അതിജീവിക്കുന്നു. തൻ്റെ 2 ചെറിയ മക്കളെ നോക്കാൻ വേറെ ആളുണ്ടായിരുന്നില്ല. ഫാമിലും 100 കൂട്ട് കാര്യങ്ങൾ. ആ സ്ത്രീക്ക് ജീവിച്ചിരുന്നേ മതിയാവൂ. രോഗത്തെ അവഗണിക്കാൻ അവർ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുകുന്നു. മനസ്സിൻ്റെ കരുത്ത് ഏത് കഠിന രോഗത്തെയും അതിജീവിക്കും. 26ാമത്തെ ചോദ്യം. ലോകമേ തറവാട് എന്ന വിശാലമായ കാഴ്ചപ്പാട് നിന്നുകൊണ്ട് നാടോടികളും വീട്ടുകാരും എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നാം കാണാതെ പോകുന്ന ചില വഴിയോര കാഴ്ചകളാണ് എസ് ജോസഫിൻ്റെ നാടോടികളും വീട്ടുകാരും എന്ന കവിത. നാം കാണാതെ പോകുന്ന ചില വഴിയോര കാഴ്ചകളാണ്. വീട്ടുകാർ അവർ പണിത വലിയ വീടുകളിൽ കഴിയുന്നു. അവർ കസേരകളിൽ ഇരിക്കുന്നു. തിരക്കേറിയ ജീവിതത്തിൽ അനിവാര്യമായ യാത്രകളിൽ വളയങ്ങൾ കൂട്ടിപ്പിടിച്ച് വേഗതയിൽ ഓടിയെത്തുന്നു. നാടോടികൾ താമസിക്കുന്നത് ആരും പണിയാത്ത വലിയ വീടുകളിലാണ്, അതായത് പ്രകൃതിയിലാണ്. അവർ ഇരിക്കുന്നത് പുൽത്തട്ടിലാണ്. ജീവിതയാത്രകളിൽ സ്വയം വളയമുരുട്ടി അലയുന്നവരാണ്. ലോകം തറവാടായി കാണുന്നവരാണ് നാടോടികൾ. അവരുടെ ജീവിതവും പിഴയ്ക്കലും ആർക്കും വാർത്തകളായി തീരുന്നില്ല. പുറംപോക്കിൽ എറിയപ്പെട്ടവർ, എവിടെ നിന്നോ വന്നവർ, എങ്ങോട്ടോ പോകുന്നവർ, വ്യക്തിത്വം രേഖപ്പെടുത്തിയിട്ടില്ലാത്തവർ. നമുക്ക് ചുറ്റുമായി ഇത്തരം ധാരാളം ആളുകളെ കാണാൻ കഴിയും. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ് അവർ. തിരിച്ചറിയൽ രേഖകൾക്ക് പിടികൊടുക്കാത്തവർ. അതുകൊണ്ട് തന്നെ നാടോടി വർഗം രാജ്യത്തിന് അകത്താണെങ്കിലും ഭരണഘടനയ്ക്ക് പുറത്താണ്. വസുദൈവ കുടുംബകം എന്നത് ലോകം ഒരൊറ്റ കുടുംബം എന്ന ഭാരതീയമായ കാഴ്ചപ്പാടാണ്. പ്രകൃതി എല്ലാവർക്കും എല്ലാം തുല്യമായി നൽകുന്നു. പ്രകൃതിയിൽ നിന്ന് വേറിട്ട് മനുഷ്യന് ഒരു നിലനിൽപ്പില്ല. സൂര്യനും ചന്ദ്രനും മഴയും അഗ്നിയും പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളും എല്ലാവർക്കും തുല്യമായി നൽകുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ ചോദ്യപേപ്പറിൻ്റെ അടുത്ത ഭാഗം മറ്റൊരു ക്ലാസ്സിൽ ചെയ്യാം. എല്ലാവരും ഇത് നല്ല രീതിയിൽ പഠിക്കുക.
നല്ല മാർക്ക് കിട്ടാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.